ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ തിരുവചനങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-ാം തിരുവചനം. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. കർത്താവ് തിരുവചനത്തിലൂടെ ദൈവസ്നേഹം തണുത്തുപോകുന്ന അനുഭവത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അധർമ്മം വർദ്ധിക്കുന്നിടത്ത് സ്നേഹം തണുത്തുപോകുന്നു. ഇന്നത്തെ ഈ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പല വിധത്തിലുള്ള അധർമ്മം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഓരോ ദിവസവും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അനീതി നിറഞ്ഞ ഒത്തിരിയേറെ സംഭവങ്ങൾ, അക്രമ സംഭവങ്ങൾ, ലൈംഗികമായ പീഡനങ്ങൾ, ഒത്തിരിയേറെ അക്രമങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള അധർമ്മം, സ്വജനപക്ഷപാതം, അങ്ങനെ ഒത്തിരിയേറെ അധർമ്മം ഈ ലോകത്തിൽ വർദ്ധിക്കുന്നത് നമ്മൾ കാണുന്നു. അതനുസരിച്ച് പലരുടെയും ഹൃദയത്തിലും മനസ്സിലുമുള്ള ദൈവത്തിൻ്റെ സ്നേഹം തണുത്തു പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. ദൈവസ്നേഹം തണുത്തു പോകുന്നതനുസരിച്ച് നമ്മൾ നിഷ്ക്രിയരായി തീരാനും അലസതയിലേക്കും നിരാശയിലേക്കും തൽഫലമായി ഒരുപക്ഷെ പാപങ്ങളിലേക്കും ഒക്കെ കൂടുതൽ വീണു പോകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ നമ്മളിലുള്ള ദൈവസ്നേഹത്തെ വീണ്ടും ജ്വലിപ്പിക്കേണ്ടതുണ്ട്. നമ്മളിലുള്ള ദൈവസ്നേഹത്തെ വീണ്ടും ചൂടുപിടിപ്പിക്കേണ്ടതുണ്ട്. ഒരിക്കൽ നൈജീരിയയിലുള്ള കർദിനാളിൻ്റെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം വായിക്കുവാൻ ഇടവന്നു. നൈജീരിയക്കാരനായ കർദിനാൾ ഫ്രാൻസിസ് അരിൻസയെക്കുറിച്ചാണ് ഞാൻ വായിച്ചത്. അദ്ദേഹം വലിയ തീഷ്ണമതിയായ ഒരു കർദിനാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീഷ്ണതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചത് 9-ാമത്തെ വയസ്സിലാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് ജ്ഞാനസ്നാനം നൽകിയ വൈദികൻ വളരെയധികം തീഷ്ണത നിറഞ്ഞ തീ പിടിച്ച ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തീ പിടിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തീഷ്ണതയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഈ കർദിനാളിനെ കുട്ടിക്കാലം മുതൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ആത്മീയ ജീവിതത്തിൽ ഉണർവ് ലഭിക്കുന്നതിനെക്കുറിച്ചും ചൂടുപിടിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ ഏതാനും വാക്കുകൾ എന്നെ വളരെയധികം ആകർഷിച്ചു. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, യു കനോട്ട് ബി നിയർ ദ ഫയർ ആൻഡ് റിമൈൻ കൂൾ ഫോർ എ ലോങ് ടൈം. അതായത് തീയുടെ അടുത്തിരിക്കുന്ന ആർക്കും അധിക സമയം തണുത്ത് മരവിച്ചിരിക്കുവാൻ സാധിക്കുകയില്ല. ക്രമേണ ആ വ്യക്തിയിലെ തണുപ്പ് ഇല്ലാതാവുകയും ശരീരം ചൂടുപിടിക്കുകയും ചെയ്യും. എത്ര മനോഹരമായിട്ടുള്ള ഒരാശയമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. തീയുടെ അടുത്തിരിക്കുന്ന ആർക്കും അധിക സമയം തണുത്ത് മരവിച്ചിരിക്കുവാൻ സാധിക്കുകയില്ല. അതോടൊപ്പം ക്രമേണ ആ വ്യക്തിയിലെ തണുപ്പ് ഇല്ലാതാവുകയും ശരീരം ചൂടുപിടിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമാണ്, നമ്മളിൽ പലരിലുമുള്ള തണുപ്പ് വിട്ടുപോകാത്തതിൻ്റെ കാരണം, ആത്മീയ ജീവിതത്തിലെ തണുപ്പ് അല്ലെങ്കിൽ ദൈവസ്നേഹാനുഭവത്തിലെ തണുപ്പ് വിട്ടുപോകാത്തതിൻ്റെ കാരണം തീയുടെ അടുത്തിരിക്കാത്തതാണ് എന്നുള്ള വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്നേഹമുള്ളവർ, ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിയാൽ അങ്ങനെ സ്നേഹം തണുത്ത്, തീഷ്ണത തണുത്ത്, ആത്മീയത തണുത്ത്, ആത്മീയ മേഖലകളിൽ പോലും പ്രവർത്തിക്കുന്ന വ്യക്തികളെയും നേതാക്കളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കർദിനാളുടെ വാക്കുകൾ വളരെ ശക്തമാണ്. തീയുടെ അടുത്തിരിക്കുന്ന ആർക്കും അധികകാലം തണുത്ത് മരവിച്ചിരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന തണുപ്പ്, തീഷ്ണത കുറവ്, മന്ദോഷ്ണത, അതിൽ നിന്ന് നമുക്ക് കരകയറുവാൻ നമുക്ക് അദ്ദേഹം പറഞ്ഞു തരുന്ന വഴി തീയുടെ അടുത്തിരിക്കുക, ദൈവത്തിൻ്റെ അരിയിലിരിക്കുക,
വചനമാകുന്ന തീയുടെ അരികിലിരിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ചൂട് പിടിക്കുവാൻ സാധിക്കും. കർത്താവിൻ്റെ സ്നേഹം കൊണ്ടും തീഷ്ണത കൊണ്ടും നമുക്ക് നിറയാൻ സാധിക്കും. തണുത്തുപോയ സ്നേഹം, തണുത്തുറഞ്ഞു പോയ അനേകരെ ഈ ലോകത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 4-5 തിരുവചനങ്ങളിൽ കർത്താവ് ഇപ്രകാരമാണ് അരുളി ചെയ്യുന്നത്: എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ ഈ വചനത്തോട് ചേർന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ഒരു ദൈവസ്നേഹത്തിൻ്റെ ചൂടുണ്ടായിരുന്നു, നമ്മളിൽ വലിയ ദൈവസ്നേഹമുണ്ടായിരുന്നു. അത് ഈ ലോകത്തിലെ പല കാര്യങ്ങളിൽ ഇടപെട്ടും, ലോകത്തിൻ്റെ സ്വാധീനങ്ങളിൽപ്പെട്ടും, ലോകത്തിലുള്ള മോഹങ്ങളിൽപ്പെട്ടും നമ്മളിലുണ്ടായിരുന്ന ദൈവസ്നേഹത്തിൻ്റെ ചൂട് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നമ്മൾ തണുത്തു പോയിട്ടുണ്ടോ? ആദ്യ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ തന്നെ 3-ാം അധ്യായം 15-16 തിരുവചനങ്ങളിൽ വചനം പഠിപ്പിക്കുകയാണ്: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല, തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷ്ണമായ ഒരവസ്ഥയെക്കുറിച്ചാണ് വചനം അവിടെ സൂചിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ആത്മീയ മേഖലയിൽ ഒരു മന്ദോഷ്ണത കടന്നു വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്: അധർമ്മം പെരുകുന്നിടത്ത് സ്നേഹം തണുത്തു പോകുന്നു. അത് ദൈവസ്നേഹത്തിൻ്റെ മേഖലയിൽ ഒത്തിരിയേറെ തണുപ്പ് ബാധിച്ച അനേകർ ഈ ലോകത്തിലുണ്ട്. ഇവിടെ നമുക്ക് ആത്മീയ ശക്തി, ആത്മീയ ചൂട് ലഭിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ തീയുടെ അടുത്തിരിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട്. വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിറയുമ്പോൾ നമ്മൾ ജ്വലിക്കാൻ തുടങ്ങും, കൂടുതൽ ചൂടുള്ളവരായി മാറും. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോഴും, വചനം പ്രസംഗിക്കുമ്പോഴും, വചനം കേൾക്കുമ്പോഴും, വചനമനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴും നമുക്ക് കൂടുതൽ തീഷ്ണതയുള്ളവരായി മാറാൻ, ചൂടുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കും. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. അപ്പൊ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്, കർത്താവിൻ്റെ വചനം അഗ്നി പോലെയാണ്. കർത്താവിൻ്റെ വചനം അഗ്നി പോലെയാണ്. ഞാൻ ഓർക്കുക, വളരെയധികം പാപകരമായ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തി, മദ്യപാനത്തിനും മറ്റ് ലഹരി വസ്തുക്കൾക്കുമൊക്കെ അടിമയായിരുന്ന ഒരു വ്യക്തി ഒരിക്കൽ എൻ്റെ അടുത്ത് വന്ന് അനുഭവം പങ്കുവച്ചത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം അങ്ങനെ ആത്മീയ തലത്തിൽ എല്ലാ തരത്തിലും വളരെയധികം അങ്ങ് തണുത്തുപോയി. ഒന്നും ചെയ്യുവാനുള്ള ഒരു ആഗ്രഹമോ മനസ്സോ അദ്ദേഹത്തിനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ധ്യാനത്തിൽ സംബന്ധിച്ച് അദ്ദേഹം ഒരു പുതിയ കൃപയിലേക്ക്, ഒരു പുതിയ ചൂടിലേക്ക്, ഒരു പുതിയ അഭിഷേകത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ടായി, തുടർന്ന് ജീവിതത്തിൽ വലിയ മാറ്റം വരണം, മുമ്പത്തേതുപോലെ ജീവിക്കുവാൻ പാടില്ല. അദ്ദേഹം ചെയ്ത കാര്യം, വിശുദ്ധ ഗ്രന്ഥം അദ്ദേഹം ശാന്തമായിട്ടിരുന്ന് വായിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഈ വിശുദ്ധ ഗ്രന്ഥം പല ആവർത്തി വായിച്ചു. ഏകദേശം ഒരു 4-5 തവണ അദ്ദേഹം അത് ആവർത്തിച്ച് വായിച്ചു, വിശുദ്ധ ഗ്രന്ഥം മുഴുവനും. അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയായിരുന്നു, അച്ഛാ, ഞാൻ വിശുദ്ധ ഗ്രന്ഥം ഓരോ പ്രാവശ്യവും വായിക്കും തോറും പുതിയൊരു അഭിഷേകത്തിലേക്ക്, പുതിയൊരു ജ്ഞാനത്തിലേക്ക്, പുതിയ കൃപയിലേക്ക്, വിടുതലിലേക്ക് ഞാൻ കടന്നു വന്നു. ദൈവത്തിൻ്റെ വചനം, അതിലൂടെ നമുക്ക് ലഭിക്കുക അറിവ് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് സൗഖ്യവും വിടുതലും ആത്മീയ ഉണർവും ലഭിക്കുമെന്ന് എനിക്കുറപ്പായി. കാരണം എൻ്റെ ജീവിതം തന്നെ അതിന് വലിയ സാക്ഷ്യമാണെന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മളിൽ പലരും ഈ ലോകത്തിലെ പലതും കണ്ടും കേട്ടും, അധർമ്മത്തെക്കുറിച്ച് കേട്ടും മനസ്സിലാക്കിയും അതോടൊപ്പം ലോകമോഹങ്ങളിൽ കുടുങ്ങിയും ഒക്കെ നമ്മളിലുള്ള ദൈവത്തിൻ്റെ സ്നേഹം തണുത്തു പോകുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്, തീയുടെ അടുത്തിരിക്കുക. ഒരേ സമയം തീയുടെ അടുത്തിരിക്കാനും തണുത്തു മരവിച്ചിരിക്കാനും ആർക്കും കഴിയുകയില്ല. കാരണം തീയുടെ അടുത്തിരിക്കുന്ന
ഓരോ വ്യക്തിയെയും തീ ചൂടുപിടിപ്പിച്ചുകൊണ്ടേയിരിക്കും. സ്നേഹമുള്ളവരെ, അതല്ലേ വിയാനി പുണ്യവാളൻ ചെയ്തത്? ആർസിലെ ആ ദേവാലയത്തിൽ, ഇടവക ദേവാലയത്തിൽ ആർസിലെ വികാരി എന്നറിയപ്പെടുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനി, അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാടുപിടിച്ച് കിടന്നിരുന്ന ഒരു ദേവാലയവും ദേവാലയ അന്തരീക്ഷവുമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം ദേവാലയ അന്തരീക്ഷം വൃത്തിയാക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു കൊണ്ടിരുന്ന സമയത്ത് അതിലൂടെ പോയവർ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ്? ഇവിടെ അങ്ങേക്ക് ചെയ്യാൻ ഒന്നുമില്ല, ഇവിടെ ആരും വരാറില്ല, ഇവിടെ ഈ ദേവാലയത്തിൽ ശക്തമായ പ്രാർത്ഥനകളില്ല എന്നാണ്. പക്ഷേ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ആലോചനയോടുകൂടെ വിയാനി പുണ്യവാളൻ എന്താ ചെയ്തത്? വിയാനി പുണ്യവാളൻ അവിടെയൊക്കെ വൃത്തിയാക്കി, ആ ദേവാലയം വൃത്തിയാക്കി, ദേവാലയത്തിൻ്റെ ചുറ്റുപാടുകൾ വൃത്തിയാക്കി, ദേവാലയത്തിനകത്ത് കയറിയിരുന്ന ബലിയർപ്പിച്ച് കർത്താവിൻ്റെ അരികിലിരുന്ന് അദ്ദേഹം ആ ഇടവകയിലെ ജനങ്ങളെ മുഴുവനും പരിശുദ്ധ കുർബാനയാകുന്ന ഈശോയുടെ സാന്നിധ്യമാകുന്ന ആ ചൂടിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സ്നേഹമുള്ളവരെ, വിയാനി പുണ്യവാളൻ ചെയ്ത അതാണ്. ഈ ചൂട് നൽകുന്ന, ഉണർവ് നൽകുന്ന ദൈവത്തിൻ്റെ അരികിലിരുന്ന് തൻ്റെ ആ പ്രദേശത്തുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു, ഇടവകക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, ആ ഇടവകയിൽ മരവിച്ചു പോയിരുന്ന ഓരോ കുടുംബത്തെയും, ഓരോ വ്യക്തിയെയും ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലം വളരെ ശക്തമായിരുന്നു. വിയാനി പുണ്യവാളൻ മറ്റുള്ള കുടുംബങ്ങളെയും വ്യക്തികളെയും സമർപ്പിച്ച് പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ഇടവക മുഴുവനും ചൂടുപിടിക്കാൻ തുടങ്ങി. ഓരോരോ കുടുംബങ്ങളായിട്ട് ചൂടുപിടിക്കാൻ തുടങ്ങി, ഓരോരോ വ്യക്തികളായി ചൂടുപിടിക്കാൻ തുടങ്ങി. ആ ഇടവക നവീകരിക്കപ്പെട്ടു. ആ ഇടവകയിൽ നടന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അനേകർ മറ്റിടവകകളിൽ നിന്ന് അവിടേക്ക് വരാൻ തുടങ്ങി. മറ്റിടവകളിൽ നിന്നും, ആ രാജ്യത്തിൽ നിന്നും, മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ അനേകർ ഈ ആസിലെ വികാരിയുടെ അരികിലേക്ക് വന്നു. അതിൻ്റെ ഒരേ ഒരു കാരണം, സ്നേഹമുള്ളവരെ, ചൂടിനോടടുത്തിരുന്ന് ജീവിതത്തിൻ്റെ തണുപ്പ് മാറ്റാനും കൂടുതൽ ചൂടുള്ള വ്യക്തിയായി മാറാനും ഉണർവുള്ള വ്യക്തിയായി മാറാനും വിശുദ്ധ ജോൺ മരിയ വിയാനി തയ്യാറായതുകൊണ്ടാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. തുടർന്ന് നടക്കുന്ന ആരാധനയിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, അധർമ്മം വർദ്ധിച്ചെടുത്ത് തണുത്തുറഞ്ഞു പോകുന്നു സ്നേഹം എന്ന വചനം പോലെ ഞങ്ങളിൽ പലവിധത്തിലുള്ള തണുപ്പ് ബാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങളെ ഈ തണുപ്പ് ബാധിച്ചിട്ടുണ്ട്. ഈശോയെ, ഞങ്ങൾ ആത്മീയ ചൂട് പിടിപ്പിക്കണമേ, ഞങ്ങൾക്ക് ഉണർവ് നൽകണമേ, ജ്വലിപ്പിക്കണമേ എന്ന് തുടർന്നുള്ള ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ,
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരുന്ന പരിശുദ്ധമായ നിമിഷങ്ങൾ ഈശോയുടെ കരങ്ങളിൽ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ രോഗികളായിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പഠിക്കുന്ന എല്ലാ കുട്ടികളെയും യുവതി യുവാക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് തിരുവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകുന്നു. അതേ സ്നേഹമുള്ളവരെ, സ്നേഹം തണുത്തുപോയ, ദൈവസ്നേഹം തണുത്തുപോയ ഒത്തിരിയേറെ മനുഷ്യർ ജീവിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുക. ഒരുപക്ഷെ ലോകത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന അധർമ്മങ്ങളും അനീതിയും അക്രമങ്ങളും ലോകത്തിൻ്റെതായ മോഹങ്ങളുടെ സ്വാധീനവും സ്വജനപക്ഷപാതവും ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവവും മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതോടൊപ്പം പലരുടെയും ഉള്ളിലെ ദൈവസ്നേഹം തണുത്തു പോകുന്നു. സ്നേഹമുള്ളവരൊരു പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ആ സ്നേഹത്തിൻ്റെ അളവിൽ, ആ സ്നേഹത്തിൻ്റെ ജ്വലനത്തിന് മങ്ങലേറ്റിട്ടുണ്ടാകാം. അതേ, ആ കർദിനാളിൻ്റെ വാക്കുകൾ നമുക്ക് ഓർത്തിരിക്കാം. യു കനോട്ട് ബി നിയർ ദ ഫയർ ആൻഡ് റിമൈൻ കൂൾ ഫോർ എ ലോങ് ടൈം. അതെ, തീയുടെ അടുത്തിരിക്കാനും തണുത്തു മരവിച്ചിരിക്കാനും ഒരാൾക്ക് സാധിക്കുകയില്ല. തീയുടെ അരികിലിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചൂടുപിടിക്കും, നമ്മളിലുള്ള തണുപ്പ് മാറും. ഒരുപക്ഷെ നമുക്കിന്ന് അനുഭവപ്പെടുന്ന ആത്മീയ മേഖലയിലെ എല്ലാ മരവിപ്പുകൾക്കും തണുപ്പിനും കാരണം, അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം നമ്മൾ ചൂടിനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. അഗ്നിയോട് ചേർന്നിരിക്കുക, വചനമാകുന്ന അഗ്നിയോട്, ദൈവസാന്നിധ്യമാകുന്ന അഗ്നിയോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. ജീവിത വഴികളിൽ നമ്മൾ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട് നമ്മുടെ ആത്മീയ ശക്തി ചോർന്നു പോവുകയും തണുത്തു പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവെ ഞങ്ങളെ വീണ്ടും ജ്വലിപ്പിക്കണമേ. കർത്താവാകുന്ന ദിവ്യകാരുണ്യമാകുന്ന അഗ്നിയോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു. ഞങ്ങൾ വീണ്ടും ചൂടുപിടിപ്പിക്കണമേ, ഉണർത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് ഈ ഗാനത്തിൽ പാടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേ ആവസിച്ചു. നിറയണമേ നിറയണമേ
പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവിൻ്റെ ആത്മാവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലേക്കും അഗ്നി അയക്കണം, അഭിഷേകം അയക്കണം, ആത്മീയ മന്ദത മാറ്റണം, ചൂടുപിടിപ്പിക്കണം, ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി, നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവെടുത്തു മാറ്റി, നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ, 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 അഭിഷേകം യേശുവിൻ്റെ കൃപ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സുഖപ്പെടുത്തണമേ, 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 സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, മഹത്വം, 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 മഹത്വം. സ്നേഹമുള്ളവരെ, ദൈവസ്നേഹം തണുത്തുപോയ നമ്മുടെ കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കവരെ സമർപ്പിക്കാം. ഈ ലോകത്തിലെ എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അഗ്നിയോട് ചേർന്നിരുന്ന് വീണ്ടും ശക്തി പ്രാപിക്കുവാൻ, ചൂടുപിടിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.